ഞങ്ങൾ എല്ലാവരും കൂടെ നിന്ന് ഒന്ന് അർജന്റീനക്കാർ ഒരുമിച്ച് നിന്ന് ഒരു വിഷമം പങ്കുവയ്ക്കാം. ഒരു സ്പെയിൻകാരനാണ്. വിലാപമാണോ 3 പേര്? ഞങ്ങളുടെ വിലാപം ഉണ്ടോ? ഇല്ല, വിലാപം അങ്ങനെ വിലപിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ഭാരങ്ങളൊന്നും ഇല്ലാതെ, പ്രതീക്ഷയുടെ അമിതഭാരമൊന്നും ഇല്ലാതെ കണ്ട ഒരു ലോകകപ്പാണ്. നേരത്തെ ലോകകപ്പ് 4 വർഷത്തിന് മുമ്പ് കപ്പെടുത്തതാണല്ലോ. പിള്ളേരെടുത്തിട്ട് പോട്ടെ, പിള്ളേര് കൊണ്ടുപോട്ടെ അല്ലെ, അവർക്കാണല്ലോ ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു ഊർജ്ജമൊക്കെ വേണ്ടേ. കുറച്ചധികം പക്വത വന്നതുപോലെ തോന്നുന്നു. പിള്ളേര് കൊണ്ടുപോട്ടെ എന്ന്. അതെ, പിള്ളേരാണിത്. അല്ല, ഞാൻ ശരിക്കും സ്പെയിൻ അല്ല, ബ്രസീൽ ഫാനാണ്. നമുക്ക് സ്പെയിൻ എടുത്തപ്പോൾ ഒരു സന്തോഷം. അത് 16 വർഷത്തിന് ശേഷം ഒരു കപ്പ് എടുക്കാണ്. 16 വർഷത്തിന് ശേഷം സ്പെയിൻ കിട്ടിയതിലുള്ള സന്തോഷം, അർജന്റീന തോറ്റതിലുള്ള സന്തോഷം. അത് പറ, സത്യം പറ. ഇവിടെ ഇപ്പൊ നമ്മള് ബ്രസീലുകാരുടെ ഒരു ആജന്മ ശത്രുവാണല്ലോ അർജന്റീന. ഞാൻ അത് പറയാൻ വരികയായിരുന്നു. അതായത് ബ്രസീൽ എന്തായാലും നേരത്തെ പോയി, അപ്പൊ പിന്നെ അർജന്റീന ഡ്രസ് ഇട്ടിരിക്കുന്ന പലരും അതാ. ചുവന്ന കളർ ഡ്രസ് ഇട്ടിരിക്കുന്ന പലരും അതാ. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അർജന്റീന നന്നായിട്ട് കളിച്ചതിനാണ് ഫൈനൽ വരെ എത്തിയത്. ആ ഫൈനലിലും സമ്മതിച്ചല്ലോ. അല്ല, അതെ, മെസ്സിയുടെ ഏറ്റവും മികച്ചൊരു വേൾഡ് കപ്പ് നമുക്ക് കാണാൻ പറ്റി. അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒരു ലോകകപ്പായിരുന്നു. അല്ല, അദ്ദേഹം ഏറ്റവും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. 8 ഗോളുകൾ നേടി. പക്ഷേ എംബാപ്പെ 10 ഗോളുകൾ നേടി ഗോൾഡൻ ബൂട്ട് കൊണ്ടുപോയി. എംബാപ്പെ തന്നെ 22 ഗോൾ നേടി മെസ്സിയുടെ റെക്കോർഡും തിരുത്തി. പക്ഷെ എങ്കിൽ പോലും സ്പാനിഷ് പുതിയ ആപ്പിളയല്ലേ, പുതിയ ആളാ. ബ്രസീലിൽ നിന്ന് ഇങ്ങോട്ട് ചാടി വന്ന ചാടിയില്ല, ബ്രസീൽ തന്നെയാണ്. അതെ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. നേരത്തെ ഈ 3 പേരെന്നാണ് പറഞ്ഞത്. അഖിലുണ്ട്, ദിവീഷ് ഉണ്ട്, ജിജിൻ ജയപാലുണ്ട്. ശരത്ത് കൂടെ എന്റെ കൂടെ കൂടിയത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് കേട്ടോ. ശബ്ദം കേട്ടപ്പോൾ എനിക്കൊരു സംശയം, ഇതിൽ 4ാമതൊരാൾ കൂടി ഉൾപ്പെട്ടിട്ടില്ലേ എന്ന്. ഇനി പറഞ്ഞോ. അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ബ്രസീൽ ഫാനാണ്. ഇപ്പം സ്പെയിൻ ജയിച്ചതിൽ സന്തോഷമുണ്ട്. അത് ഇപ്പം അർജന്റീന തോറ്റതിനോടുള്ള സംഭവം തന്നെയാണ്. പുറമേക്ക് ഇങ്ങനെ പറയണമെന്നുള്ളൂ. സ്പെയിൻ ജയിച്ചതിൽ സന്തോഷമാണ്, അർജന്റീന തോറ്റതിൽ സന്തോഷമുണ്ടെന്നാണ് ശരിയായ വരി. അങ്ങനെയല്ല. ഇപ്പം സ്പെയിൻ്റെ കളി നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഫ്രാൻസിനോടാണെങ്കിലും സെമിയിലാണെങ്കിലും ഫൈനലിലാണെങ്കിലും അവരുടെ പ്രകടനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഔട്ട് പ്ലേ ചെയ്യാണ് എതിർ ടീമിനെ. അവർക്ക് ഒരു ചാൻസ് കൊടുക്കാതെ, പാസ് പോലും കൊടുക്കാതെ അത്രയും ഹ്യൂമിലിയേറ്റ് ചെയ്ത രീതിയിലാണ് അവർ തോൽപ്പിക്കുന്നത്. ഇപ്പം ഫ്രാൻസ് ആണ് ഒരു ഗോളല്ലേ. അതെ, ഇപ്പൊ ഫ്രാൻസിന്റെ എടുത്തു കഴിഞ്ഞാൽ ഫ്രാൻസ് കപ്പ് എടുക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. ഫൈനൽ എന്തായാലും എത്തുമെന്നാണ് പ്രതീക്ഷ. പക്ഷെ സ്പെയിൻ അവരെ ഒന്ന് എംബാപ്പയൊക്കെ അനങ്ങാൻ പോലും, അല്ലെങ്കിൽ ഒലീസിൽ നിന്ന് അനങ്ങാൻ പോലും സമ്മതിക്കാതെ സ്പെയിൻ്റെ ടാക്കിളുകളും എല്ലാം നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് അർജന്റീനയ്ക്ക് അതിൻ്റെ സെയിം പ്രകടനം തന്നെയായിരുന്നു. പക്ഷേ അവിടെ ഗോളുകൾ ഒരെണ്ണേ വന്നുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരെണ്ണം ഓഫ് സൈഡ് ആയിപ്പോയി, ഒരെണ്ണം ഫൗളായിപ്പോയി. അങ്ങനെ മൊത്തം 3 ഗോൾ കയറിയെങ്കിലും ഒരെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ. അല്ല, ജിജിനും അഖിലും കൂടെ ഈ മത്സരത്തിൻ്റെ തുടക്കത്തിൽ ലൈവ് വെക്കുമ്പോഴാണ് പറഞ്ഞത്, അഖിൽ തന്നെയാണ് പറഞ്ഞത്, അർജന്റീനയ്ക്ക് പ്രഷറില്ല, നമുക്ക് കിട്ടിയതാണ്. സ്പെയിനാണ് പ്രഷറില്ല, കാരണം അവർക്ക് 16 വർഷത്തിന് പ്രൂവ് ചെയ്യാനുള്ളത്. പക്ഷേ ശരിക്കും പ്രഷർ കുക്കറിലായി പോയത് അർജന്റീനയിലാണ്. തീർച്ചയായും അതൊരിക്കലും സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇങ്ങനൊരു മത്സരം ആയിരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഇപ്പം നമ്മൾ മത്സരത്തിന് മുമ്പേ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം അർജന്റീനയ്ക്ക് ഓൾറെഡി ഒരു കപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ സ്പെയിനാണ് കൂടുതലായിട്ട് ഫാൻസിനെ ഈ പറഞ്ഞ പോലെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കാരണം 16 വർഷത്തിൽ കപ്പൊന്നും കിട്ടിയിട്ടില്ല. അവരുടെ 2010 കിടനേട്ടത്തിന് ശേഷം പിന്നീട് കാര്യമായ ഒരു പ്രോഗ്രസ്സും ലോകകപ്പിൽ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അവർക്ക് തന്നെയായിരുന്നു ഏറ്റവും പ്രഷർ ഉണ്ടായിരുന്നു ഗെയിമിന് മുന്നേ. പക്ഷേ മത്സരത്തിലേക്ക് വന്നപ്പോൾ അത് അർജന്റീനയുടെ മണ്ടയൊക്കെ ആയി പ്രഷർ. അതായത് നമുക്ക് മത്സരം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം 20 ഷോട്ട് അല്ലേ ശരത്തേട്ടൻ പറഞ്ഞതുപോലെ തന്നെ, അതായത് നമ്മൾ ഈ പാസ് ഇപ്പം നമ്മൾ അറിയാം, നമുക്ക് ടിക്കിടാക്കയുടെ ആൾക്കാരാണ് സ്പെയിൻ. പക്ഷേ അവർ പുതിയ കാലത്തിൻ്റെ ഗെയിമിലേക്ക് അഡാപ്റ്റ് ചെയ്ത് മാറി പ്രസ്സിംഗ് ഗെയിം കളിക്കുന്നു, അതുപോലെ തന്നെ പൊസഷൻ ഗെയിം കളിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പന്ത് മാക്സിമം കയ്യിൽ വെക്കുക, കിട്ടുന്ന അവസരത്തിൽ അത് ഗോളിലേക്ക് കൊണ്ടുപോകുക, അതായിരുന്നു അവിടെ പ്ലാന്. നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്തപ്പോൾ അത് പറഞ്ഞിരുന്നു. കിട്ടുന്ന അവസരം മുതലാക്കുക എന്നായിരിക്കും അവിടെ പ്ലാൻ എന്ന്. അത് തന്നെയാണ് നടന്നത്. അവസരം കൂടുതൽ കിട്ടി. അത് അർജന്റീനയ്ക്ക് അവസരം ഉണ്ടായില്ല, കംപ്ലീറ്റ് മത്സരത്തിൽ തന്നെ അവസരം ഉണ്ടായില്ലെന്ന് പറയാം. ഇപ്പം നമ്മൾ മെസ്സിയും അൽവാരസും ഉള്ള, ഇപ്പം മെസ്സിയും അൽവാരസും പോലുള്ള നല്ല ലോകോത്തര ഫോർവേഡ് ഉള്ള ടീമിന് ഷോട്ട് എടുക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു നമുക്ക് വിഷമം ഉണ്ടാക്കുന്നത്. അതായത് 20 ഷോട്ട് സ്പെയിൻ, 3 ഷോട്ട് അർജന്റീന, 11 ഷോട്ട് ടാർഗറ്റ് ഓൺ സ്പെയിൻ, അർജന്റീനയുടെ 0. ബോൾ പൊസിഷൻ 68% സ്പെയിൻ, 32% അർജന്റീന.
പാസസ് 803 പാസ് കൃത്യമായി 90% സ്പെയിൻ്റെ ആക്യുറസി. 1000 പാസ് ഇടാൻ പറ്റിയില്ല. 445 പാസ് അർജന്റീന, പാസിന്റെ ആക്യുറസി 78%, ഫൗൾ 21, അതിൽ കൂടുതൽ അർജന്റീന. അതിലാണ് അർജന്റീന കൂടുതലുള്ളത്. ഒരു കാര്യം പറയാറില്ലേ, ഇപ്പോൾ സ്പെയിൻ കളിക്കാൻ നേരത്ത് തമാശയ്ക്ക് പറയാം, സ്പെയിൻ 1000 പാസ് തയ്ക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും എതിരാളി ഗോൾ അടിച്ചിട്ട് പോകുന്നതാണ്. പക്ഷേ നമ്മളാ പറയുന്ന അത്ര എളുപ്പമല്ല സ്പെയിൻ ഈ പാസ് ഇടുന്നത്. ഇപ്പോൾ ഇത്രയും അർജന്റീന ഇത്രയും ഭയങ്കര ഒരു പവറോടുകൂടി കളിക്കുന്ന മുന്നേറ്റക്കാരാണ്. ഇപ്പോൾ മെസ്സിയൊക്കെ കിട്ടുന്ന അവസരം അതിവേഗത്തിൽ കയറുന്ന ഇത്രയും ഇപ്പോൾ ഫ്രാൻസിന് മുമ്പിലുള്ള കളി, ഫ്രാൻസിൻ്റെ സ്വന്തം ഗോൾ പോസ്റ്റിൽ ഫ്രാൻസിൻ്റെ എംബാപ്പയൊക്കെ നിൽക്കുമ്പോഴാണ് ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പന്തിട്ട് കളിച്ചത്. അപ്പോൾ അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമാണ്. എനിക്കോട് ആ മാച്ച്, ഫ്രാൻസിനെതിരായിട്ടുള്ള മാച്ച് സ്പെയിന് അതുവരെയുള്ള മത്സരങ്ങളെക്കാൾ അവരുടെ കോൺഫിഡൻസ് ഒരു 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. ഞങ്ങൾക്ക് ഈസിയായി പൂട്ടാം അർജന്റീന എന്നുള്ളത്. സ്പെയിനിന്റെ കളിയുടെ ഏറ്റവും വലിയ ഞാൻ നോക്കിയപ്പോൾ മനസ്സിലാക്കിയത് എഞ്ചിൻ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ടീമിലേക്ക് വരുന്ന ഏതാണോ എഞ്ചിൻ, ആ എഞ്ചിൻ ഓഫ് ചെയ്ത് കളിക്കുക അല്ലേ? അതെ, തീർച്ചയായും. കാരണം നമ്മളിപ്പോൾ ഫ്രാൻസിന്റെ മത്സരത്തിൽ കണ്ടതുപോലെ തന്നെയാണ്. കാരണം ഈ ലോകകപ്പിന്റെ ഈ ഫൈനലിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരിക്കലും ഈ രണ്ട് ടീമുകൾ ഒരിക്കലും ഫൈനലിലെത്തുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഈ ലോകകപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഫേവറേറ്റുകളുടെ പട്ടികയിൽ ഉറപ്പായിട്ടും അർജന്റീനയും സ്പെയിനും ഫ്രാൻസും പോർച്ചുഗലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ടൂർണമെന്റ് ഒരു പകുതിയൊക്കെ ആയപ്പോൾ, ഒരു നോക്കൌട്ട് ഘട്ടത്തിലേക്ക് ആയപ്പോഴേക്കും എല്ലാവർക്കും മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീമിന് ഒരിക്കലും ഫൈനൽ വരെ എത്താൻ പറ്റില്ല, രണ്ട് ടീമുകൾക്കും പറ്റില്ല, അവർ പോകുന്നിടത്തോളം പൊക്കോട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു ഫാൻസിന് ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. പക്ഷേ അവർ ഈ പറഞ്ഞ പോലെ നോക്കൌട്ടിൽ നമ്മൾ ഒരിക്കലും സാധ്യമെന്ന് കരുതുന്ന അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. അങ്ങനെ എത്തിയ രണ്ട് ടീമുകൾ തന്നെയാണ് ഈ പറഞ്ഞ സ്പെയിനും അർജന്റീനയും. അതിൽ അർജന്റീനയുടെ ജേർണി നമുക്ക് കുറച്ചുകൂടെ ത്രില്ലിംഗ് ആയിരുന്നു. നമുക്ക് അവസാന നിമിഷം വരെ നമ്മൾ പറയുന്നത് മിനി ഹാർട്ട് അറ്റാക്ക് വരുന്ന തരത്തിലുള്ള പ്രകടനങ്ങളായിരുന്നു. പക്ഷേ സ്പെയിൻ കളിച്ചത് ഈ പറഞ്ഞ അവരുടെ പരമ്പരാഗത ശൈലിയിൽ ഊന്നിക്കൊണ്ട് പുതിയ കാലത്തിന് അനുസരിച്ചുള്ള ഒരു ഫുട്ബോൾ കളിക്കുകയാണ് ചെയ്തത്. അപ്പം ഇതിലെ പ്രധാന പ്രശ്നം നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും സ്പെയിൻ ഈ കപ്പെടുക്കുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ മത്സരത്തിന് മുൻപേ വ്യക്തിപരമായിട്ട് ആഗ്രഹിച്ചു. കാരണം അവരുടെ ഒരു ജനറേഷനാണ്, ഒരു ഗോൾഡൻ ജനറേഷൻ പോലത്തെ ജനറേഷൻ അവർ വാർത്തെടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അവർക്കൊരു പ്രചോദനം തന്നെ ആയിരിക്കും ഇത്. പക്ഷേ ഇവിടെ നമ്മൾ ടെക്നിക്കലി നോക്കുമ്പോൾ അവരാണ് ഏറ്റവും നല്ല ടീം. പക്ഷേ മത്സരത്തിൽ ഒരു ഗോൾ അടിച്ചു കൂട്ടിയതും എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും അർജന്റീനയ്ക്കായിരുന്നു മുൻതൂക്കം ഉണ്ടായിരുന്നത്. ഉനൈ സിമോണിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? അതെ, ഉനൈ സിമോണിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ നമ്മൾ അത്ഭുതമാണ്. ഈ മത്സരത്തിലെ ഈ ലോകകപ്പ് ഫൈനലിലെ മത്സരത്തിലെ മാത്രം പേടണം നമുക്ക് ഒരിക്കലും ടൂർണമെന്റിലെ ഗോൾഡൻ ഗ്ലോ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഉനൈ സിമോണിന്റെ കാര്യം വെച്ചാൽ ഭയങ്കര കൗതുകമുള്ള കാര്യമാണ്. ലാ ലീഗയിലെ, അതായത് സ്പാനിഷ് ലീഗിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ ബെഞ്ചിലാണ്, പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ ബെഞ്ചിലാണ്. ഇവർ രണ്ടുപേരെയും ബെഞ്ചിലിരുത്തി അദ്ദേഹത്തിന് ഒന്നാമത്തെ ഗോൾ കീപ്പറായിട്ട് ഇറക്കാൻ ധൈര്യം കാണിച്ച സ്പാനിഷ് പരിശീലനം തന്നെ കൊടുക്കണം. അതെ. പിന്നെ കാര്യമായി ഈ പരീക്ഷിക്കാൻ അവസരം എടുക്കാത്തത് ഈ ഡിഫൻസും ഈ അതിനിരയാണ്. ഒരിക്കലും പന്ത് അങ്ങോട്ട് എത്തുന്ന, അല്ലെങ്കിൽ പന്ത് എത്തിയാൽ തന്നെ അത് കാത്തോളും എന്നൊരു കോൺഫിഡൻസ് ഇവർക്ക് കൊടുക്കാൻ, ബാക്ക് ലൈൻ കൊടുക്കാൻ ഈ പറഞ്ഞ ഉനൈ സിമോണ് പറ്റുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പുള്ളി ഇറങ്ങിയിരുന്ന് കളിക്കുന്നുണ്ട്. അത് നമ്മളെ ഒരു ട്രോള് കണ്ടു ഇന്നലത്തെ മത്സരത്തിന് ശേഷം. ട്രോൾ ഉണ്ട്. അർജന്റീൻ ടീമിൽ ഏറ്റവും കൂടുതൽ ബോൾ ടച്ച് ചെയ്തത് മാർട്ടിനസ് ആണ്. ബാക്കി ആർക്ക് ടച്ച് ചെയ്യാൻ അവസരം കിട്ടിയില്ല. അത്രയും വരിഞ്ഞു മുറുക്കുന്ന തരത്തിലൊരു കളി തന്നെയായിരുന്നു ഇന്നലെ സ്പെയിൻ അർജന്റീനയോട് കാഴ്ച. അതുപോലെ തന്നെ ഗോൾഡൻ ബോളിന്റെ കാര്യം എടുക്കുമ്പോൾ അത് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായി, എന്തുകൊണ്ട് മെസ്സി കിട്ടിയില്ല, അല്ലെ എംബാപ്പയ്ക്ക് കിട്ടിയില്ല, റോഡ്രിക്ക് എന്തുകൊണ്ട് കിട്ടി? അത് എനിക്ക് തോന്നുന്നു, അതായത് നമ്മളിപ്പോൾ എല്ലാ തവണയും എല്ലാ ലോകകപ്പ് ടൂർണമെന്റുകളിലും ഗോൾഡൻ ബോൾ എന്നത് ലോകകപ്പിന്റെ താരം അല്ലെങ്കിൽ ആ ടൂർണമെന്റിന്റെ താരം എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിൽ ഏത് ലോകകപ്പ് ആരാണോ എടുത്തത് ആ ടീമിന് ഫേവറായിട്ട് അല്ലെങ്കിൽ ആ ടീമിനെ അങ്ങോട്ട് എത്തിച്ച ആളായിരിക്കും അവിടെ ഈ പറയുന്ന പോലെ കണക്കാക്കപ്പെടുക. ഇപ്പം നമ്മൾ പൊതുവേ ഗോൾഡൻ ബോളിന് കണക്കാക്കപ്പെടുന്നത് ഗോളുകൾ, അസിസ്റ്റുകൾ, ഗോൾ കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ മത്സരത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, ബിഗ് ചാൻസസ് ഉണ്ടാക്കുന്ന ആൾ എന്ന രീതിക്കാണ് കണക്കാക്കുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും സ്പെയിനിന്റെ ഈ യാത്രയിൽ അധികം പറഞ്ഞു കേൾക്കാത്ത പേരാണ്, പക്ഷേ നിശബ്ദനായിട്ട് ഈ യാത്രയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോയ ക്യാപ്റ്റനാണ് റോഡ്രി. ഏറ്റവും കൂടുതൽ ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റോഡ്രിയാണ്. പാസുകൾ, പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ഇന്നലത്തെ മത്സരത്തിൽ തന്നെ നമ്മൾ കണ്ടു. കാരണം മെസ്സി അടക്കമുള്ളവരെ പൂട്ടിയത് റോഡ്രിയാണ്.